ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻകം ടാക്സ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 ഇൻകം ടാക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുക, എന്തൊക്കെയാണ് ഇൻകം ടാക്സുമായി റിലേറ്റ് ചെയ്തു വരുന്ന പ്രൊവിഷൻസ് എന്നൊക്കെയാണ് ഈ ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് മറക്കണ്ട, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും 12 ആണ് ഇൻകം ടാക്സ് എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ഇൻകം ടാക്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്താണ്, ടാക്സബിൾ പ്രോഫിറ്റ് എന്താണ്, ടാക്സ് എക്സ്പെൻസ്, കറണ്ട് ടാക്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡെഫിനിഷൻസൊക്കെ പഠിച്ചു. അതിലൊരു ചെറിയ പ്രോബ്ലം ചെയ്തു. ടാക്സ് ചാർജ് ആൻഡ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ് ടാക്സ് ബേസ്. ടാക്സ് ബേസ് ഓൾറെഡി നമ്മൾക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് ബേസ് ഓഫ് ആൻ അസറ്റ് ഈസ് ദ എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസസ് against any taxable economic benefits that will flow to an entity when the carrying amount of the asset is recovered. ജസ്റ്റ് ഈ ഡെഫിനേഷൻ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ടാക്സ് ബേസ് എന്താണെന്ന് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ക്യാരിയിങ് വാല്യൂ എന്താണെന്നും കൂടി മനസ്സിലാക്കണം. ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് അതായത് നമ്മൾ എഴുതി വയ്ക്കുന്ന പ്രോഫിറ്റ്, ടാക്സബിൾ എമൗണ്ട് ടാക്സ് അതോറിറ്റീസിൻ്റെ, അതായത് ടാക്സ് ബുക്ക് പ്രകാരം എത്രയാണോ വരുന്നത് അതിനെയാണ് നമ്മൾ ടാക്സ് ബേസ് എന്ന് പറയുക. അപ്പോൾ ക്യാരിയിങ് എമൗണ്ട് എന്താണ്? ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ആസ് പെർ അക്കൗണ്ട് ബുക്ക് പ്രകാരം ക്യാരിയിങ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ അക്കൗണ്ട് ബുക്ക് പ്രകാരം എത്രയാണോ എമൗണ്ട് വരുന്നത് അതിനെ നമ്മൾ ക്യാരിയിങ് വാല്യൂ എന്ന് പറയും. ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ്, വാല്യൂ ഓഫ് ആൻ അസറ്റ് ഓർ ലയബിലിറ്റി ആസ് പെർ ടാക്സ് ബുക്ക്. ഒരു അസറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ വാല്യൂ ടാക്സ് ബുക്ക് പ്രകാരം എത്രയാണോ അത് ടാക്സ് ബേസ് ആണ്. അക്കൗണ്ട് ബുക്ക് പ്രകാരം അസറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ വാല്യൂ എത്രയാണോ അതിനെ നമ്മൾ ക്യാരിയിങ് വാല്യൂ എന്ന് പറയും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇനി ഡെഫിനേഷൻ പ്രകാരം പറയുന്നത്, നമ്മളൊരു അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ആ എക്കണോമിക് ബെനിഫിറ്റ്സ് ടാക്സബിൾ ആണെങ്കിൽ ആ ബെനിഫിറ്റ്സിന് നമ്മൾ ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മൾക്ക് മൈനസ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ മൈനസ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് എത്രയാണോ ആ അസറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട്, അത് എമൗണ്ട് ആണ്. എങ്ങനെ? ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസസിന് വേണ്ടി ഡിഡക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. എന്ത് എമൗണ്ട് ആയിരിക്കും അത്? ടാക്സബിൾ ഇക്കണോമിക് ബെനിഫിറ്റ്സ്. ഏതെങ്കിലും ഇക്കണോമിക് ബെനിഫിറ്റ്സ് ടാക്സബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഇതിൽ എക്കണോമിക് ബെനിഫിറ്റ്സ്, നമ്മൾക്ക് അതിൽ നിന്നും കിട്ടുന്ന ഇക്കണോമിക് ബെനിഫിറ്റ്സ് ടാക്സബിൾ അല്ലെങ്കിൽ ടാക്സ് ബേസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ക്യാരിയിങ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ആ പോയിന്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദോസ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് വിൽ നോട്ട് ബി ടാക്സബിൾ, ദ ടാക്സ് ബേസ് ഓഫ് ദ അസറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ക്യാരിയിങ് എമൗണ്ട്. അസറ്റിൻ്റെ ടാക്സ് ബേസ് അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത്രയാണ് ടാക്സ് ബേസിൽ പറയാനുള്ളത്. ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ടാക്സ് എത്രയൊക്കെയാണോ കൊടുക്കുന്നത് ആ ടാക്സ് ബുക്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് ബേസ് എന്നുള്ള പേരിൽ പറയുന്നത്. നെക്സ്റ്റ് അതിൽ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിൻ്റെ കാൽക്കുലേഷൻസ്, എക്സാമ്പിൾസ് ഡിറ്റർമിനിങ് ടാക്സ് ബേസ് ഓഫ് ആൻ അസറ്റ്, അതാണ് ഫുള്ള് ഹെഡിങ്. എക്സാമ്പിൾസ് ഡിറ്റർമിനിങ് ടാക്സ് ബേസ് ഓഫ് ആൻ അസറ്റ്. ഇപ്പോൾ എ മെഷീൻ കോസ്റ്റ് ₹100, ഒരു മെഷീൻ്റെ കോസ്റ്റ് 100 രൂപയാണ്. ബുക്ക് വാല്യൂ ഓഫ് ദ മെഷീൻ ഈസ് ₹80. ബുക്ക് വാല്യൂ എത്രയാണ്? 80 രൂപയാണ്. കോസ്റ്റ് ഓഫ് എങ്ങനെയാണ് 80 രൂപ വന്നിട്ടുള്ളത്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ₹20. 20 രൂപ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട്. ഫോർ ടാക്സ് പർപ്പസസ് ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പീസ്. അപ്പോൾ ടാക്സ് പർപ്പസസിന് വേണ്ടി ഡിപ്രീസിയേഷൻ ഓഫ് 30 ഹാസ് ഓൾറെഡി ബീൻ ഡിഡക്റ്റഡ് ഇൻ ദ കറൻറ്റ് ആൻഡ് പ്രയർ പീരിയഡ്സ്. അതായത് നിലവിൽ കറൻറ്റിലും പ്രയർ പീരിയഡ്സ് മുൻപും ടാക്സ് പർപ്പസസിന് വേണ്ടി എത്രയാണ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിരുന്നത്? 30 രൂപയാണ് മൈനസ് ചെയ്തിരുന്നത്. ആൻഡ് ദ റിമൈനിങ് ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹70 വിൽ ബി ഡിഡക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ്സ്. അപ്പോൾ ബാക്കിയുള്ള ക്യാരിയിങ് എമൗണ്ട് എത്രയാണ് വരുന്നത്? 70 രൂപ. ഡിഡക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ്സ് ഐദർ ആസ് ഡിപ്രീസിയേഷൻ ഓർ ത്രൂ ഡിഡക്ഷൻ ഓൺ ഡിസ്പോസൽ. വാട്ട് ഈസ് ദ ടാക്സ് ബേസ് ഓഫ് ദ മെഷീൻ? എത്രയാണ് മെഷീൻ്റെ ടാക്സ് ബേസ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾക്കറിയാം 2 വാല്യൂ ആണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. ക്യാരിയിങ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ ഡിപ്രീസിയേഷൻ, 100 രൂപ മെഷീൻ്റെ കോസ്റ്റിൽ നിന്നും 20 രൂപ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് 80 രൂപ.
ടാക്സ് പർപ്പസസിന് വേണ്ടി എന്താ വരുന്നത്? 100 രൂപ തന്നെയാണ്, പക്ഷേ അതിൽ 30 രൂപയാണ് ഡിപ്രീസിയേഷൻ കാണിക്കുന്നത്, ബാക്കി വരുന്ന 70 രൂപ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ടാക്സബിൾ? ടാക്സ് പർപ്പസസിന് വേണ്ടി നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? 70 ആണ്. അതുകൊണ്ട് ടാക്സ് ബേസ് ഓഫ് ദ മെഷീൻ ഈസ് ₹70 ആണ് അവിടെ നമ്മൾ ടാക്സ് ബേസ് ആയിട്ട് എടുക്കുന്നത്. അതെന്താ? ഫ്യൂച്ചർ പീരീഡ്സ് ഫോർ ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്താണ്? 70 ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ, interest receivable has a carrying amount of ₹100. The related interest revenue will be taxed on a cash basis. ഇൻട്രസ്റ്റ് റിസീവബിൾ എത്രയാ? ക്യാരിയിങ് എമൗണ്ട് 100 രൂപയാണ് ഇൻട്രസ്റ്റ് റിസീവബിളിൻ്റെ ക്യാരിയിങ് എമൗണ്ട്. ദ റിലേറ്റഡ് ഇൻട്രസ്റ്റ് റവന്യൂ വിൽ ബി ടാക്സ്ഡ് ഓൺ ക്യാഷ് ബേസിസിലാണ് ടാക്സബിൾ ആക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് റവന്യൂ ഒക്കെ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്യാഷ് ബേസിസിലാണ്. ഇത് ഇൻട്രസ്റ്റ് റിസീവബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റിസീവബിളിന് ക്യാഷ് ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന, കാരണം ഇൻട്രസ്റ്റ് റിസീവബിളിൽ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അവിടെ എന്താണ്? ടാക്സ് ബേസ് നില്ലാണ്. ഇൻട്രസ്റ്റ് റിസീവബിൾ ആയ കാരണം അവിടെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. ക്യാഷുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ടാക്സ് പർപ്പസസിന് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ടാക്സ് ബേസ് ഓഫ് ദ ഇൻട്രസ്റ്റ് റിസീവബിൾ ഈസ് നിൽ. തേർഡ് വൺ എന്താ? ട്രേഡ് റിസീവബിൾസ് ഹാവ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. ദ റിലേറ്റഡ് റവന്യൂ ഹാസ് ഓൾറെഡി ബീൻ ഇൻക്ലൂഡഡ് ഇൻ ടാക്സബിൾ പ്രോഫിറ്റ് ഓർ ടാക്സ് ലോസ്. ട്രേഡ് റിസീവബിൾ ക്യാരിയിങ് എമൗണ്ട് 100 ആണ്. റിലേറ്റഡ് റവന്യൂ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റവന്യൂ ഒക്കെ ടാക്സബിൾ പ്രോഫിറ്റിലും ടാക്സബിൾ ലോസിലും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടാക്സ് ബേസ് എത്രയാണ്? ട്രേഡ് റിസീവബിളിൻ്റെ ക്യാരിയിങ് വാല്യൂവിന് ഈക്വലാണ് ₹100 ടാക്സ് ബേസ് ആയിട്ട് എടുക്കും. ഇനി ഫോർത്ത് എന്താ? ഡിവിഡൻഡ് റിസീവബിൾ ഫ്രം എ സബ്സിഡിയറി ഹാവ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. സബ്സിഡിയറിയിൽ നിന്നുള്ള ഒരു ഡിവിഡൻഡ് റിസീവബിളിൻ്റെ എമൗണ്ട് വരുന്നത് 100 ആണ്. ദ ഡിവിഡൻഡ് ആർ നോട്ട് ടാക്സബിൾ. ഡിവിഡൻഡ് എന്തല്ല? ടാക്സബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടാക്സബിൾ അല്ല, എക്കണോമിക് ബെനിഫിറ്റ്സ് ടാക്സബിൾ അല്ലെങ്കിൽ ക്യാരിയിങ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും ടാക്സ് ബേസ്. അപ്പോൾ എന്താ പറയുക? Substance, the entire carrying amount of the asset is deductible against economic benefits. Consequently, the tax base of the dividend receivable is ₹100. ടാക്സബിൾ അല്ലാത്ത കാരണം അതിൻ്റെ ക്യാരിയിങ് വാല്യൂവിന് ഈക്വൽ ആണ് ടാക്സ് ബേസ്. അപ്പോൾ ടാക്സ് ബേസ് എത്രയായിട്ട് വരും? 100 രൂപയായിട്ട് വരും. ഇതിൽ ഓരോ പ്രൊവിഷൻസ്, ഓരോ ക്വസ്റ്റ്യൻ്റെയും ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ആൻസർ പറയുന്നത്. അത് ഓരോന്നും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ 100 രൂപ 80 രൂപ എന്നുള്ള ആൻസർ മാത്രമാണ് കോമൺ നമ്മൾക്കൊരു എമൗണ്ട് കാണാൻ പറ്റുള്ളൂ. ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ടാക്സ് ബേസ് ഓഫ് ദ ഡിവിഡൻഡ് റിസീവബിൾ ഈസ് ₹100. എന്താ അതിൻ്റെ കാരണം? ടാക്സ് ബേസ് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ക്യാരിയിങ് എമൗണ്ട് ആസ് പെർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അവിടെ ഡിറ്റർമിനിങ് ടാക്സ് ബേസ് ഓഫ് എൻ അസറ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ എന്താ? ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി. എങ്ങനെയാണ് ലയബിലിറ്റിയുടെ ടാക്സ് ബേസ് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലയബിലിറ്റിയുടെ ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി ഈക്വൽ ക്യാരിയിങ് എമൗണ്ട് ലെസ്. ക്യാരിയിങ് എമൗണ്ടിൽ നിന്നും എന്തൊക്കെ മൈനസ് ചെയ്യണം? എനി എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസസ് ഇൻ ഫ്യൂച്ചർ പീരിയഡ്. ഫ്യൂച്ചർ പീരിയഡിൽ ടാക്സ് പർപ്പസസിന് വേണ്ടി ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ടുകൾ മൈനസ് ചെയ്തതാണ് എന്ത്? ക്യാരിയിങ് എമൗണ്ടിൽ നിന്നും എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിഡക്റ്റ് ചെയ്യണം. അതുതന്നെയാണ് എക്സ്പ്ലനേഷനിലും പറയുന്നത്. ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി ഈസ് ഇറ്റ്സ് ക്യാരിയിങ് എമൗണ്ട് ലെസ് എനി എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസസ് ഇൻ റെസ്പെക്ട് ഓഫ് ദാറ്റ് ലയബിലിറ്റി ഇൻ ഫ്യൂച്ചർ പീരിയഡ്സ്. In case of revenue which is received in advance, the tax base of resulting liability to its carrying amount. ഏതെങ്കിലും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റവന്യൂ നമ്മൾ മുൻകൂട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ബേസ് എങ്ങനെയാണ്? റിസൾട്ടിങ് ലയബിലിറ്റി ഇൻ ഇറ്റ്സ് ക്യാരിയിങ് എമൗണ്ട് ആണ് അവിടെ ലയബിലിറ്റി ടാക്സ് ബേസ് ആയിട്ട് വരുന്നത്. ലെസ് എനി എമൗണ്ട് ഓഫ് ദ റവന്യൂ ദാറ്റ് വിൽ നോട്ട് ബി ഡിഡക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ പീരീഡ്. ആ ക്യാരിയിങ് എമൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? എന്തെങ്കിലും ഫ്യൂച്ചർ പീരീഡിൽ ടാക്സബിൾ അല്ലാത്തതുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടാണ് എന്ത് കാണിക്കുക? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ റവന്യൂ വിച്ച് ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ കാൽക്കുലേഷൻസ് വരിക. അപ്പോൾ ടാക്സ് ബേസ് ഓഫ് എൻ ലയബിലിറ്റിയിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിളിൽ പറയുന്നുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് അക്രൂഡ് എക്സ്പെൻസസ് വിത്ത് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് റുപ്പീസ്. അക്രൂഡ് എക്സ്പെൻസാണ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല എക്സ്പെൻസ്.
ദ റിലേറ്റഡ് എക്സ്പെൻസ് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ടാക്സ് പർപ്പസസ് ഓൺ എ ക്യാഷ് ബേസിസ്. അപ്പോൾ അവിടെ ക്യാഷ് ബേസിസിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാക്സിൻ്റെ കാൽക്കുലേഷൻസ് ക്യാഷ് ബേസിസിലാണ്. പക്ഷേ ഈ എക്സ്പെൻസിൻ്റെ ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവിടെ എന്തില്ല, ടാക്സ് ബേസ് നില്ലാണ്. ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാത്ത കാരണം. സെക്കൻഡ് എന്താ, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വിത്ത് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. കറണ്ട് ലയബിലിറ്റിയിൽ എന്തുണ്ട്, ഇൻട്രസ്റ്റ് റവന്യൂ മുൻകൂട്ടിയിട്ട് ഇൻട്രസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ട്. ക്യാരിയിങ് വാല്യൂ വരുന്നത് 100 ആണ്. അപ്പോൾ ദ റിലേറ്റഡ് ഇൻട്രസ്റ്റ് റവന്യൂ വാസ് ടാക്സ്ഡ് ഓൺ എ ക്യാഷ് ബേസിസ്. അപ്പോൾ എന്താണ്, ദ ടാക്സ് ബേസ് ഓഫ് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് നിൽ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താണ്, അതിൻ്റെ ടാക്സ് ബേസ് നില്ലാണ്. എന്തുകൊണ്ട് അത് നില്ലായത്, കറണ്ട് ഇൻട്രസ്റ്റ് റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വിത്ത് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. അതിന് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, മുൻകൂട്ടി റിസീവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഇത് വായിക്കുമ്പോൾ പറഞ്ഞു, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, ദ ടാക്സ് ബേസ് ഓഫ് ദ റിസൾട്ടിംഗ് ലയബിലിറ്റി ഇൻ ഇറ്റ്സ് ക്യാരിയിങ് എമൗണ്ട് ലെസ് എനി എമൗണ്ട് ഓഫ് ദ റവന്യൂ ദാറ്റ് വിൽ നോട്ട് ബി ടാക്സബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ്. ഫ്യൂച്ചർ പീരിയഡ്സിൽ എന്തെങ്കിലും റവന്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ആ എമൗണ്ട് ടാക്സ് എത്രയാണെന്നുള്ളത് കിട്ടുക. അപ്പോൾ ഇവിടെ എന്താണ്, നില്ലാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ ടാക്സ് ബേസ് നില്ലായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് അക്രൂഡ് എക്സ്പെൻസസ് വിത്ത് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹100. റിലേറ്റഡ് എക്സ്പെൻസസ് ഹാസ് ഓൾറെഡി ബീൻ ഡിഡക്റ്റഡ് ഫോർ ടാക്സ് പർപ്പസസ്. അപ്പോൾ അക്രൂഡ് എക്സ്പെൻസ് ആണ്. അക്രൂഡ് എക്സ്പെൻസ് ക്യാരിയിങ് എമൗണ്ട് 100 ആണ്. ആ എക്സ്പെൻസ് ടാക്സ് പർപ്പസസിന് വേണ്ടി ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടാക്സ് ബേസ് എത്രയായിരിക്കും, ₹100 ആണ്. ഏറ്റവും ഫസ്റ്റിലെ പോയിന്റിൽ പറയുന്നത് എന്താണ്, ക്യാഷ് ബേസിസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ അത് പറയണില്ല. ക്യാഷ് ബേസിസ് പറഞ്ഞ കാരണമാണ് അവിടെ നില്ലായത്. ഇവിടെ എന്താണ്, അത് ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ടാക്സ് ബേസ് എത്രയാണ്, 100 ആയിട്ട് എടുക്കും. നെക്സ്റ്റ്, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് അക്രൂഡ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. അക്രൂഡ് ഫൈനും പെനാൽറ്റിയൊക്കെയാണ്, ക്യാരിയിങ് എമൗണ്ട് 100 ആണ്. അപ്പോൾ ഫൈൻ ആൻഡ് പെനാൽറ്റീസ് ആർ നോട്ട് ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസസ്. ഫൈനും പെനാൽറ്റിയൊന്നും നമ്മൾ ടാക്സ് പർപ്പസസിന് വേണ്ടി ഡിഡക്റ്റ് ചെയ്യണതല്ല. അതുകൊണ്ട് ടാക്സ് ബേസ് ഓഫ് ദ അക്രൂഡ് ഫൈൻ ആൻഡ് പെനാൽറ്റീസ് ₹100. അതിൻ്റെ ഫൈൻ ആൻഡ് പെനാൽറ്റിയുടെ ടാക്സ് ബേസ് എത്രയായിട്ടാണ് വരുന്നത്, 100 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ടാക്സ് ബേസ് ഓഫ് ദ അക്രൂഡ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഈസ് ₹100. നെക്സ്റ്റ്, ഇത് എല്ലാതും ഇങ്ങനെ കാണിക്കണില്ല, അല്ലെങ്കിൽ നില്ലാണ്, അല്ലെങ്കിൽ ₹100 പറയുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ₹100 ആണ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് പ്രകാരം അത്രയാണ് പ്രിലിമിനറി എക്സ്പെൻസ് കാണിക്കുന്നത്. പറയുകയാണെങ്കിൽ അതിനൊരു ഡിഡക്ഷൻ വരുന്നുണ്ട്. ഒരു ₹20 വെച്ചിട്ട് എല്ലാ 5 വർഷം ₹20 വെച്ചിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടാക്സ് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക, ₹100 മൊത്തം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ₹20 ഡിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ₹80. അപ്പോൾ എത്രയായിരിക്കും ടാക്സ് ബേസ്, ₹80. അങ്ങനെയും വരും കേട്ടോ. ഇത് ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. പ്രോബ്ലമായിട്ട് അങ്ങനെ ചോദിക്കണം എന്നില്ല, എന്നാലും ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ശരിക്കും ഇക്കണോമിക് ബെനിഫിറ്റ്സിന് ഈക്വൽ ആണ്, അതായത് ക്യാരിയിങ് വാല്യൂ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ആയിട്ട് ആണ് ഈക്വലായിട്ടാണ് എടുക്കുക എന്നുള്ള ആ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര വലിയ പ്രോബ്ലംസ് അല്ല ഇതിൽ വരുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഡിറ്റർമിനിങ് ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി. നെക്സ്റ്റ് വൺ, അടുത്ത ഹെഡിങ് പറയുന്നത് ഡിഫറൻസ് ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം? അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും എന്താ? അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ബുക്ക് പ്രകാരം നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റ് എന്താ? അതിൽ നിന്നും ഡിഡക്ഷൻസ് ഒക്കെ, അതായത് ഡിഡക്ഷൻസ് അങ്ങനെ ടാക്സുമായി റിലേറ്റ് ചെയ്തുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ടാക്സ് അതോറിറ്റിയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ടാക്സബിൾ അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും ഒരിക്കലും ഒന്നാവില്ല. സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റിന് കംപ്ലീറ്റ് നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കണില്ല. ടാക്സ് കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വേറെ ഒന്നായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഡിഫറൻസ് വരുന്നത്? 2 തരത്തിലുള്ള ഡിഫറൻസ് ആണുള്ളത്. ഒന്ന് പെർമനൻറ്റ് ഡിഫറൻസും ഉണ്ട്, അതേപോലെ തന്നെ ടെമ്പററി ഡിഫറൻസും ഉണ്ട്. 2 ഡിഫറൻസസ് ആണ്. എന്താണ് പെർമനൻറ്റ് ഡിഫറൻസ്? അപ്പോൾ പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഐറ്റംസ് ഉണ്ട്, ഐറ്റംസ് ഓഫ് റവന്യൂ ഓർ എക്സ്പെൻസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ്. ചില ഐറ്റംസ് നമ്മൾ അക്കൗണ്ട്സ് എഴുതുമ്പോൾ ആ ഐറ്റംസ് ഒക്കെ എഴുതിയിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുക. പക്ഷേ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഐറ്റംസിന് എക്സ്ക്ലൂഡഡ് ആണ്, അവർ എക്സ്ക്ലൂഡഡ് ആയിട്ട് പുറത്ത് നിൽക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്, ഇപ്പോൾ നമ്മൾക്കൊരു ഡൊണേഷൻ കിട്ടി.
ഡൊണേഷന് സെക്ഷൻ 80G പ്രകാരം, ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 80G പ്രകാരം ഡൊണേഷൻ ടാക്സ് എന്താ പറയുക, എന്തിലെഴുതില്ല, നമ്മളിതിൽ ടാക്സ് പർപ്പസസിന് വേണ്ടി കാണിക്കാറില്ല. പക്ഷെ നമ്മളെ മെയിൻ ബുക്കിൽ, അക്കൗണ്ട്സ് ബുക്കിലൊക്കെ ഡൊണേഷൻ കാണിക്കും. അപ്പോൾ ഈ ഡൊണേഷൻ്റെ എമൗണ്ടിൻ്റെ വ്യത്യാസം ഈ അക്കൗണ്ടിങ് പ്രോഫിറ്റിലും ടാക്സബിൾ പ്രോഫിറ്റിലും കാണിക്കും. അതേപോലെ തന്നെയുള്ള വേറൊരു ഐറ്റമാണ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. പക്ഷേ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് അവിടെ എക്സംപ്റ്റഡ് ആണ്. ഇങ്ങനെ കുറേ ഐറ്റം ഉണ്ട് ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ അതൊന്നും ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ അണ്ടറിൽ വരില്ല, പക്ഷെ അത് അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ അണ്ടറിൽ വരും. ഈ ഡിഫറൻസ് ആണ് എന്ത് പെർമനൻറ്റ് ഡിഫറൻസിൽ പറയുന്നത്. ഇനി ടെമ്പററി ഡിഫറൻസ് ഉണ്ട്. ടെമ്പററി ഡിഫറൻസ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.